എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് ഏവർക്കും പ്രിയപ്പെട്ട നയനയുടെയും ആദർശിൻ്റെയും നാളത്തെ വിശേഷവുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടെ സപ്പോർട്ടിനായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന പ്രതീക്ഷയോടുകൂടി നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നയനയാണ്. നയന ആദർശിൻ്റെ അമ്മയെ നോക്കി ദേവയാനിയെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. മനസ്സിൽ ഒരുപാട് സങ്കടമുണ്ട്. ദേവയാനി ഇതുവരെ തന്നെ തിരിച്ചറിഞ്ഞില്ലല്ലോ എന്ന ഒരു സങ്കടം. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേണുവിനെയാണ്. വേണു ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. വേറെ ഒന്നിനുമല്ല, ഇതുവരെ ആ ബ്ലഡ് ഗ്രൂപ്പ് എനിക്ക് കിട്ടിയില്ല എന്നും ഇനി ഞാൻ തിരയാൻ വേറെ സ്ഥലമില്ല എന്നൊക്കെ പറഞ്ഞാണ് വരുന്നത്. അങ്ങനെ ജയൻ ഇതൊക്കെ കേട്ടിട്ട് പറയുകയാണ്, സാരമില്ല വേണു, എനിക്ക് ഒരാളെ കിട്ടിയിട്ടുണ്ട്. ഏതായാലും ഇനിയിപ്പോൾ പേടിക്കാനൊന്നുമില്ല. ദേവയാനിയുടെ അവസ്ഥ പ്രശ്നമില്ലാതെ തന്നെ പോവുകയാണ്. ബ്ലഡ് ഇനി കയറ്റിയാൽ മാത്രം മതി. അപ്പോൾ പെട്ടെന്ന് വേണു ചോദിക്കുകയാണ്, ആരെയാ കിട്ടിയത്? അയ്യോ, ഞാനിത് അറിഞ്ഞില്ലല്ലോ. ഞാൻ എൻ്റെ മോളെ വിളിക്കാനിരിക്കുകയായിരുന്നു. അവളെന്നോട് പറഞ്ഞായിരുന്നു വേറെ ആരെയും കിട്ടിയില്ലെങ്കിൽ എന്നെ തന്നെ വിളിക്കണമെന്ന്. അങ്ങനെ അനാമിക ഇങ്ങോട്ടേക്ക് വരാൻ തുടങ്ങുമായിരുന്നു എന്ന് പറഞ്ഞപ്പം ഹേയ്, അതിൻ്റെ കാര്യമൊന്നുമില്ല, നല്ലൊരാളെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അത് ബ്ലഡ് ഗ്രൂപ്പ് തന്നെയാണ്. അതുകൊണ്ട് ഇനി പേടിക്കാനൊന്നും ഇല്ലെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ വേണു പറയുന്നുണ്ട്, എനിക്കറിയില്ല എൻ്റെ മോളെ ആ വീട്ടിൽ ഞാൻ എങ്ങനെ നിർത്തുമെന്ന്. ഇങ്ങനെ ഒരു അവസ്ഥ വരുമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. എൻ്റെ മോളുടെ ജീവനും ഇത് ഭീഷണി തന്നെയാണ്. കാരണം എല്ലാവരും പറയുന്നത് അവിടെ ഉള്ള ഒരു മരുമകൾ തന്നെയാണ് ഈ വിഷമൊക്കെ കലക്കി കൊടുത്തത് എന്ന്. അതുകൊണ്ട് തന്നെ എൻ്റെ മകളെ ആ വീട്ടിൽ നിർത്താൻ എനിക്ക് പേടിയാണ് എന്നിങ്ങനെ പറഞ്ഞപ്പോഴേക്കും ജയൻ പറയുന്നുണ്ട്, ഏതു മരുമകളാണ് വിഷം കലക്കി കൊടുത്തത് എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അല്ല, വേണു പറയുന്നത് നയനയാണെങ്കിൽ അതൊരിക്കലും ശരിയല്ല. നയനെ അങ്ങനെ ചെയ്യില്ല എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നയനെ ആ വീട്ടിൽ വന്നിട്ട് 1 വർഷമാകാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിനിടയിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ഇപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ വേറെ കുറേ പേരെയൊക്കെയാണ് സംശയിക്കേണ്ടത്. ഒരിക്കലും നയനയെ സംശയിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നു. ഇതൊക്കെ കേട്ടിട്ട് വേണു നിരാശയോടുകൂടി മടങ്ങി പോവുകയാണ്. ഇതേസമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയും ആദർശിനെയാണ്. അങ്ങനെ ആദർശ് പറയുകയാണ്, നയനെ, നീ എന്തിനാണ് വെറുതെ അമ്മയോട് പറയണ്ട എന്ന് പറയുന്നത്? ഏതായാലും നീ തന്നെയാണ് രക്തം കൊടുത്തത് എന്ന് അമ്മ അറിയണം. എങ്കിൽ മാത്രമേ നിന്നെ സ്നേഹിക്കുകയുള്ളൂ എൻ്റെ അമ്മ. ചിലപ്പം ഇതൊരു കാരണമായിരിക്കും എൻ്റെ അമ്മ നിന്നെ സ്നേഹിക്കാനുള്ളതിന്. അതുകൊണ്ട് ഇത് പറയണമെന്ന് പറയുമ്പോൾ വേണ്ട, ഒരിക്കലും പറയരുത്. അത് എന്നെങ്കിലും പറയണമെന്ന് തോന്നുമ്പോൾ ഞാൻ പറഞ്ഞോളാം. അല്ലാതെ ഇനിയിപ്പോൾ അത് പറയേണ്ട കാര്യമില്ല. ഞാൻ ആദർശേട്ടൻ്റെ കാല് പിടിക്കാൻ അമ്മ ഇതറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ സഹിക്കില്ല. ചിലപ്പോൾ അമ്മ കടുങ്കൈ വരെ ചെയ്ത് കളയും. അത്രയ്ക്കും എന്നെ ഇഷ്ടക്കേടാണല്ലോ. അതുകൊണ്ട് ഇതൊരിക്കലും അറിയരുത്. അറിയില്ല എന്ന വാക്ക് എനിക്ക് ആദർശേട്ടൻ തരണമെന്ന് പറയുന്നു. ഇത് കേട്ടോടനെ ആദർശ് വാക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ആരും അറിയാതെയാണ്, ഇരുചെവി അറിയാതെ ആണ് നയന ബ്ലഡ് കൊടുക്കുന്നത് ദേവയാനിക്ക്. ഇതേസമയം അനി വീട്ടിൽ ചെല്ലുമ്പോഴേക്കും നയനയുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജലജയും ജാനകിയും. ഇത് കണ്ടിട്ട് എനിക്ക് ദേഷ്യം വന്നു. അനി അങ്ങോട്ടേക്ക് ചെന്നിട്ട്, അമ്മ എന്തിനാ വെറുതെ നയനയിടത്തിനെ ഇങ്ങനെ കുറ്റം പറയുന്നത്? നയനയിടത്തിയെ ഒരു കുറ്റം പറയേണ്ട കാര്യമില്ല. നയനയിടത്തി ഈ വീട്ടിൻ്റെ നല്ല മരുമകൾ തന്നെയാണ്. നയനയിടത്തി ചെയ്യുന്നതെല്ലാം നല്ലതാണ്. അല്ല, ഇത്രയും നേരമായിട്ടും അമ്മയൊന്നും ഒരു കാര്യം അറിഞ്ഞില്ലല്ലോ. വല്യമ്മയ്ക്ക് ബ്ലഡ് ആവശ്യമായിരുന്നു. വല്യമ്മയ്ക്ക് ആവശ്യമാകേണ്ട ബ്ലഡ് റെയറായിട്ടേ കിട്ടത്തുള്ളൂ. ആ ബ്ലഡ് അനാമികയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അനാമിക ആ ബ്ലഡ് കൊടുക്കാൻ തയ്യാറായില്ല. അതൊന്നും അമ്മ അറിയുന്നില്ലല്ലോ. അമ്മയും അപ്പച്ചിയുടെ കൂടി ഏടത്തീനെ കുറ്റം പറയാൻ തുടങ്ങിക്കോ. ഏടത്തി നല്ലവളായിരുന്നുവല്ലോ അമ്മയ്ക്ക്. പെട്ടെന്ന് അല്ലേ ഏടത്തി നല്ലവളല്ലാതെ ആയത്? അത് വേറൊന്നും കൊണ്ടും അല്ലല്ലോ. അത് നന്ദുവിനെ ഞാൻ സ്നേഹിച്ചിരുന്നത് കൊണ്ടല്ലേ എന്നൊക്കെ പറയുമ്പോഴേക്കും, നീ അവളുടെ കാര്യം ഇവിടെ മിണ്ടിപ്പോകരുത്. എനിക്കിഷ്ടമല്ല അവളുടെ കാര്യം പറയാൻ. ഞാൻ അറിയാതെ അവളെ സ്നേഹിച്ചിരുന്നു, സപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് അവളെ നന്നായിട്ടറിയാം. ഇവിടെ ഏറ്റവും കൂടുതൽ വിഷം അവളുടെ മനസ്സിലാണ്. അവൾ തന്നെയാണ് ഏടത്തിക്ക് വിഷം കൊടുത്തതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അല്ലാതെ വേറെ ആരും വിഷം കൊടുക്കില്ല. പിന്നെ നിന്റെ ഭാര്യയെ നീ തള്ളിപ്പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ അതിനുള്ളത് നിനക്ക് കിട്ടിക്കോളും. നല്ലൊരു ഭാര്യനെ കിട്ടിയിട്ടും നീ സ്നേഹിക്കാതെ അവളെ പരിഗണിക്കാതെ നടക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. നിന്റെ മനസ്സിലുള്ള മോഹമൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് ജാനകി പറഞ്ഞപ്പോൾ അമ്മ എന്തൊക്കെയാണ് പറയുന്നത്? എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരു മോഹവുമില്ല. എൻ്റെ മനസ്സിലെ മോഹമെല്ലാം അതൊക്കെ അണഞ്ഞു പോയതാണ്. ഇനി ഞാൻ എൻ്റെ മനസ്സിലെ മോഹങ്ങളൊന്നും സ്വരുക്കൂട്ടുന്നില്ല. പക്ഷേ എനിക്ക് ചേരാത്തൊരു ഭാര്യയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. എനിക്കല്ല, ഈ കുടുംബത്തിന് ചേരാത്തൊരു ഭാര്യനെ തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അത് പതിയെ അമ്മ മനസ്സിലാക്കിക്കോളും. നയനേടത്തിയുടെ ഗുണം എന്താണെന്നും നയനേടത്തി ആരാണെന്നും ഒക്കെ അമ്മ തിരിച്ചറിഞ്ഞോളും. അങ്ങനെ ഒരു ദിവസം വരും. അപ്പച്ചിയുടെ കൂടി അമ്മ ഓരോ കുറ്റങ്ങൾ പറയുമ്പോൾ ഓർക്കുക, നയനേടത്തി ഈ വീട്ടിന് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ഉണ്ടെന്നും അതൊക്കെ അമ്മയ്ക്ക് അറിയാമെന്നും എനിക്കറിയാം. എങ്കിലും അമ്മയോട് ഞാൻ ഒന്നും കൂടെ ആവർത്തിച്ചത് മാത്രമേ ഉള്ളൂ. ഇനി എൻ്റെ മുമ്പിൽ നയനേടത്തിയെ കുറ്റം പറഞ്ഞുകൊണ്ട് വന്നാൽ ഒരിക്കലും ഞാൻ സഹിക്കില്ല എന്ന് പറയുന്നു. അപ്പോഴാണ്
ജാനകി പറയുന്നത്, നയനേടത്തിയുടെ കാര്യം പറയാൻ നിനക്ക് 100 നാക്കാണല്ലോ. നിന്റെ ഭാര്യ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് നീ കൂട്ടിക്കൊണ്ട് വന്നോ? അതിന് ഞാനല്ലല്ലോ അവളെ ഇറക്കി വിട്ടത്. അവളെ തന്നെ ഇറങ്ങിപ്പോയതല്ലേ. മുത്തശ്ശനോട് ധിക്കാര വാക്കുകൾ പറഞ്ഞ് അവൾ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അവൾ തന്നെ തിരിച്ചു വന്നോളും. എനിക്ക് അവളെ കൂട്ടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ല. അല്ലെങ്കിലും മുത്തശ്ശനോട് ഈ വീട്ടിൽ ആരെങ്കിലും എതിർത്ത് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് അവൾ മുത്തശ്ശനോട് എതിർത്ത് സംസാരിക്കാൻ പോയത്? അപ്പോഴേക്കും ജലജ പറഞ്ഞു, അത് പിന്നെ വേറെ ഒന്നുമല്ല. രേവതി പറഞ്ഞു അവളെ ഇവിടെ നിർത്താൻ പേടിയാണെന്ന്. അവളെ എങ്ങനെ ഇവിടെ നിർത്തും? ഇങ്ങനെ ഓരോരുത്തർക്ക് വിഷം കൊടുത്തു കഴിഞ്ഞാൽ പേടിച്ചിട്ട് ആൾക്കാർ ഇവിടെ നിൽക്കുവോ? അപ്പോഴത്തേക്കും പെട്ടെന്ന് ജലജയുടെ മുമ്പിൽ ചാടിക്കടിക്കാൻ ചെന്നു അനി. അപ്പോഴത്തേക്കും ജാനകി പറഞ്ഞു, നീ മിണ്ടാതിരിക്കുക. നീ മുതിർന്നവരോട് സംസാരിക്കുമ്പം മര്യാദയ്ക്ക് സംസാരിക്കണം. നിനക്ക് എവിടെ നിന്ന് കിട്ടി ഇത്രയും ധൈര്യം എന്ന് ചോദിച്ചപ്പോൾ, ധൈര്യമൊക്കെ എനിക്ക് കിട്ടിത്തുടങ്ങി. എൻ്റെ ജീവിത സാഹചര്യങ്ങളാണ് എന്നെ ഇങ്ങനെയാക്കി മാറ്റുന്നത്. എത്ര സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വീട്ടിൽ കഴിഞ്ഞതെന്ന് അമ്മയ്ക്കറിയാമല്ലോ. പക്ഷേ എന്ത് ചെയ്യാനാണ്? ഒരു മരണം എൻ്റെ തലയിൽ വന്ന് കയറിയേ പിന്നെ എനിക്ക് സ്വസ്ഥതയും സമാധാനവുമില്ല. എന്നോടാരും ഇനി ഒന്നും പറയണ്ട. നയനേടത്തിനെ കുറ്റപ്പെടുത്തിയാൽ തിരിച്ച് ഞാൻ പറഞ്ഞിരിക്കും, അതുറപ്പാണ്. അതാരൊക്കെ പറഞ്ഞാലും എന്നും പറഞ്ഞങ്ങ് മാറിപ്പോവുകയാണ്. അപ്പം ജലജ പറയുകയാണ്, അവളെല്ലാ ആണുങ്ങളെയും കയ്യിലെടുത്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും നയനയെ സപ്പോർട്ട് ചെയ്ത് അനി സംസാരിക്കുന്നത്. നല്ലൊരു മരുമകൾ കയറി വന്നു, നല്ല സമ്പത്തുള്ളൊരു മരുമകൾ കയറി വന്നു. എന്നിട്ടും അവൾക്ക് വേണ്ടല്ലോ. എൻ്റെ അഭിയങ്കണം ആയിരുന്നുവെങ്കിൽ കൈവെള്ളയിൽ കൊണ്ട് നടന്നേനെ. നല്ല സമ്പത്ത് ഉള്ളൊരു പെൺകുട്ടിയാണ്, എത്രമാത്രം സ്വത്തുക്കളുണ്ട്. അതുമാത്രമല്ല അവൾ നല്ലൊരു പെൺകുട്ടിയുമാണെന്നൊക്കെ ഇങ്ങനെ ജലജ പുകഴ്ത്തി പറയുകയാണ്. ഇത് കേട്ടിട്ട് അങ്ങ് മാറിപ്പോവുകയാണ് ജാനകി. ഇതേ സമയം പിന്നെ കാണിക്കുന്നത് കാണിക്കുന്നത് കൊടുക്കാൻ വേണ്ടി തുടങ്ങുന്ന നയനയാണ്. അങ്ങനെ നയനയുടെ ടെസ്റ്റുകളൊക്കെ പൂർത്തിയായി. നയനയുടെ ടെസ്റ്റുകളൊക്കെ എല്ലാം പോസിറ്റീവ് തന്നെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ കൊടുക്കാനായിട്ട് കയറി ചെല്ലുമ്പം ആദർശ് ദയനീയമായി നയനയെ ഒന്ന് നോക്കുകയാണ്. എൻ്റെ അമ്മ ഇവളുടെ നല്ല മനസ്സ് അറിയുന്നില്ലല്ലോ, എൻ്റെ അമ്മ ഇവളുടെ നല്ല മനസ്സ് കാണുന്നില്ലല്ലോ. ഇനിയെങ്കിലും എൻ്റെ അമ്മ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നയനെ എന്തിനാണ് വെറുതെ ഇങ്ങനെ ഇട്ട് പട്ടം ചുറ്റിക്കുന്നത്? പാവം അവളായതുകൊണ്ടാണല്ലോ എൻ്റെ അമ്മയ്ക്ക് കൊടുക്കാൻ വരെ തയ്യാറായത്. അനാമിക അതിന് തയ്യാറായില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. ഈ സമയത്ത് തന്നെ ദേവയാനിയെയും കാണിക്കുന്നുണ്ട്. ദേവയാനി ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ നയനയുടെ ബ്ലഡ് എല്ലാം എടുത്ത് പതിയെ ദേവയാനിയുടെ ശരീരത്ത് കൊണ്ട് കയറ്റുന്ന ആ ഒരു രംഗം കാണിക്കുന്നു. ബ്ലഡ് കയറുമ്പോഴേക്കും നമ്മുടെ ദേവയാനിയുടെ ശരീരത്തിൽ എന്തൊക്കെയോ ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണുന്നുണ്ട്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. ഇനിയിപ്പോൾ നമ്മുടെ നയനയാണ് ബ്ലഡ് കൊടുത്തതെന്ന് ദേവയാനി അറിയുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ഇതൊരു പ്രമോ വിശേഷമാണ്. നാളെ ഫുൾ വിശേഷവുമായിട്ട് രാവിലെ തന്നെ കാണാം. എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. അതിനായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വാച്ച് ചെയ്യുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടെ ചെയ്യുക. വേറെ ഏതെങ്കിലും കഥ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്താൽ മതി കമൻറ്റ് ബോക്സിൽ. നമ്മൾ ആ കഥയുമായിട്ടും വരുന്നതായിരിക്കും. ഗൗതമിൻ്റെയും നന്ദയുടെയും കഥ നമ്മളിതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും വീണ്ടും ഒരു നല്ല രാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഗുഡ് ബൈ.